പച്ചപ്പ് നിറഞ്ഞ പഴയൊരു ഗ്രാമത്തിൽ ഒരു കുടുംബം താമസിച്ചിരുന്നു. അവിടെ രാജു, രാധ എന്ന 2 കുട്ടികളും അവരുടെ അച്ഛനും അമ്മയും ജീവിച്ചു. ഓലപ്പുര വീടുകളും മണ്ണിന്റെ മണമുള്ള വഴികളും കാറ്റിൽ ചലിക്കുന്ന തെങ്ങിൻതോപ്പുകളും ആ ഗ്രാമത്തിന്റെ ആത്മാവായിരുന്നു. രാജുവും രാധയും കുട്ടിക്കാലം മുതൽ സന്തോഷമുള്ളവരായിരുന്നു. അമ്മ വൈകുന്നേരങ്ങളിൽ വരാന്തയിൽ വിളക്ക് തെളിക്കും. അവൾ കുട്ടികൾക്ക് കഥകൾ പറഞ്ഞുകൊടുക്കും. മക്കളെ, സ്നേഹമുള്ളിടത്താണ് വീടിന്റെ സൗന്ദര്യം. രാജു ഒരു സ്വപ്നക്കാരനായിരുന്നു. അവൻ നദിക്കരയിൽ പോയിരുന്ന് ദൂരെയുള്ള മലകളെ നോക്കിയിരിക്കും. മഴ പെയ്യുമ്പോൾ വെള്ളത്തിൽ വീഴുന്ന മഴത്തുള്ളികൾ എണ്ണാൻ അവൻ ശ്രമിക്കും. രാധ ശാന്തസ്വഭാവക്കാരിയായിരുന്നു. അവൾ വീട്ടുമുറ്റത്ത് പൂക്കൾ നട്ടുവളർത്തും. മഴ പെയ്യുമ്പോൾ മണ്ണിന്റെ സുഗന്ധം ആസ്വദിക്കും. അച്ഛൻ കഠിനാധ്വാനിയായ ഒരു കർഷകനായിരുന്നു. സൂര്യൻ ഉദിക്കുന്നതിനു മുൻപ് വയലിലേക്ക് പോകും. അമ്മ വീട്ടിനുള്ളിൽ ചെറിയ പ്രകാശം പോലെ ജീവിച്ചു. അവൾ പറഞ്ഞു, ഈ ഗ്രാമത്തിന്റെ മണ്ണാണ് നമ്മുടെ ജീവിതം. കാലം മെല്ലെ കടന്നുപോയി. രാജുവും രാധയും വളർന്നു. രാജു പഠനത്തിനായി നഗരത്തിലേക്ക് പോകാൻ തീരുമാനിച്ചു. പോകുന്ന ദിവസം അമ്മ രാജുവിനെ ചേർത്ത് പിടിച്ചു പറഞ്ഞു, മോനെ, നീ എവിടെ പോയാലും നിന്റെ ഗ്രാമത്തെയും അമ്മയുടെ സ്നേഹത്തെയും മറക്കരുത്. അമ്മേ, ഞാൻ പോയി വരാട്ടെ. നഗരജീവിതം തിരക്കായി മാറി. രാജു ജോലി ചെയ്തു, സ്വപ്നങ്ങൾ തേടി നടന്നു. പക്ഷെ രാത്രിയിൽ അവൻ അമ്മയുടെ മുഖമോർത്തു. മഴയുടെ ശബ്ദം കേട്ടാൽ തെങ്ങിൻതോപ്പുകളുടെ കാറ്റോർത്തു. നദിക്കരയിലെ മൗനത്തെ ഓർത്തു. ഒരു ദിവസം രാജുവിനൊരു വാർത്ത കിട്ടി. അച്ഛനും അമ്മയും അസുഖമായി കിടക്കുന്നു. രാജു ഉടൻ ഗ്രാമത്തിലേക്ക് തിരിച്ചു. പഴയ ഓലപ്പുര വീടിന്റെ മുന്നിലെത്തിയപ്പോൾ കാറ്റു മെല്ലെ വീശി. രാധ പുറത്തു നിന്നു. അവളുടെ കണ്ണുകളിൽ സന്തോഷവും ദുഃഖവും ഒരുമിച്ചുണ്ടായിരുന്നു. അകത്ത് അച്ഛനും അമ്മയും കിടക്കുകയായിരുന്നു. രാജു അമ്മയുടെ കൈ പിടിച്ചു. അമ്മേ, ഞാൻ വന്നിരിക്കുന്നു. അമ്മ മെല്ലെ ചിരിച്ചു. മോനെ, നീ തിരികെ വന്നതു മതി. അമ്മ ആകാശത്തെ നോക്കി പറഞ്ഞു, ഗ്രാമത്തിന്റെ മണ്ണിൽ ഞാനും അച്ഛനും ഉറങ്ങും. രാത്രി രാജുവും രാധയും വീടിന്റെ വരാന്തയിലിരുന്നു. നക്ഷത്രങ്ങൾ തെളിഞ്ഞിരുന്നു. രാജു പറഞ്ഞു, നഗരത്തിൽ എനിക്കെല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ ഹൃദയം ഈ ഗ്രാമത്തിലും അമ്മയുടെ സ്നേഹത്തിലുമായിരുന്നു. രാധ കണ്ണുനീർ തുടച്ചു പറഞ്ഞു, സ്നേഹമുള്ളിടത്താണ് യഥാർത്ഥ ജീവിതം. അടുത്ത ദിവസങ്ങളിൽ അച്ഛനും അമ്മയും ശാന്തമായി കണ്ണടച്ചു. ഗ്രാമത്തിന്റെ മണ്ണിൽ തെങ്ങിൻതോപ്പുകളുടെ കാറ്റിൽ അച്ഛന്റെയും അമ്മയുടെയും സ്വപ്നങ്ങൾ ഉറങ്ങി. രാജുവും രാധയും നിശബ്ദമായി ആകാശത്തെ നോക്കി. കാറ്റുമെല്ലെ പറഞ്ഞു, സ്നേഹം മരിക്കുന്നില്ല. അമ്മയുടെ സ്നേഹവും ഓർമ്മകളും മാഞ്ഞുപോകുന്നില്ല. പഴയ ഗ്രാമം ഇപ്പോഴും അവരുടെ ഹൃദയത്തിൽ ജീവിച്ചുകൊണ്ടിരുന്നു.